ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു Flying Sigis. It's Vikiran. It's Virishma. സോ നമ്മളിപ്പോൾ ഉള്ളത് HOD-ലാണ്. ഹാങ് ഔട്ട് ഡെസ്റ്റിനേഷൻ എന്നുള്ള ഒരു റെസ്റ്റോറന്റ് എന്ന് പറയാം, Restaurant bar ന്നും റെസ്റ്റോറന്റ് എന്ന് പറയാം. സോ ആക്ച്വലി ഇവിടെ നമുക്ക് ഫുഡ് പിന്നെ പ്ലസ് ബാറും ഉള്ളതാണ്, അവൈലബിൾ ആണ്. പിന്നെ പ്ലസ് DJ ഉണ്ട്. DJ വരുന്നുണ്ട്. ഇത് ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും DJs അവൈലബിൾ ആണ്. സോ ഇത് വരുന്നത് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. സോ നമുക്ക് വീട്ടിലേക്ക് പോവാം. സോ HOD ഹാങ് ഔട്ട് ഡെസ്റ്റിനേഷൻ വരുന്നത് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഇത് ഉള്ളിലേക്ക് ആയതുകൊണ്ട് ആൾക്കാർക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, ഇവരുടെ തന്നെ അപ്പുറം ഇപ്പുറം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ബാറും ഉണ്ട്, മറ്റേ അല്ലാതെ വരുന്നുണ്ട്, അല്ലാതെ പ്രീമിയം ബാറും വരുന്നുണ്ട്, റെസ്റ്റോ ബാറായിട്ടാണ് വരുന്നത്. ഇവിടെ ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ്. കയറുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് അവര് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡിസൈനും ഗിറ്റാറൊക്കെ വെച്ചിട്ടുള്ള ഡിസൈനും, ഗിറ്റാറിനകത്ത് പക്ഷേ മറ്റേ താഴെ ഒരു ലിക്കറിന്റെ ഒരു കുപ്പി കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതും വെച്ചുള്ള ഒരു ഡിസൈനൊക്കെയാണ് വന്നേക്കുന്നത്. നല്ലൊരു സീനറി ആണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് HOD എന്നുള്ള. പിന്നെ ഒരു വിങ് ആയിട്ടുള്ള, പിന്നെ ഒരു ബൈക്ക് എടുത്ത് മുകളിൽ കയറ്റി വെച്ചാൽ നല്ല രസത്തില്. അതും നല്ലൊരു ഭംഗിയാണ്. ഇവിടെ നമുക്ക് പല ബാറുണ്ട്, പൈറേറ്റ്, ടോസ്, കാർണിവല്, പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ റൂഫ് ടോപ്പ് ആണ്. നമ്മൾ പോയേക്കണത് പൈറേറ്റിലാണ് ഇപ്പൊ നമ്മൾ വരുന്നത്. പിന്നെ നമ്മള് DJ നടക്കുന്നത് പൈറേറ്റിലാണ്. അപ്പൊ നമ്മള് ഇവിടെയാണ്, ഇതാണ് പൈറേറ്റിന്റെ ഇന്റീരിയർ വരുന്നത്. ഇപ്പൊ കയറുമ്പോ തന്നെ നല്ലൊരു ഷിപ്പിൽ ഒരു പൈറേറ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടി ആക്ച്വലി ലൈറ്റ് ഇട്ട് തന്നു. അതെ, ഇത് എപ്പോഴും ഡാർക്ക് ആയിരിക്കുള്ളൂ. നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ജസ്റ്റ് തന്ന ലൈറ്റ് ഇട്ടാണ്. നമ്മൾ കുറച്ച് നേരത്തെയാണ് ചെന്നത്. ഇതാണ് ഷൂട്ട് ചെയ്യണോണ്ടാണ് പ്രത്യേകിച്ച്. അതെ, ഇതാണ് പാർക്ക് കൗണ്ടർ വരുന്നത്. പാർക്ക് കൗണ്ടറിൽ നമുക്ക് ലിക്കേഴ്സ് ഒക്കെ കാണാം. ഷിപ്പിന്റെ ഒരു മോഡലാണ് ഇരിക്കുന്നത്, കയറൊക്കെ ഇട്ട്. അതെ, അങ്ങനെയാണ്. പിന്നെ ഇതാണ് കണ്ട സീറ്റിംഗ് അറേഞ്ചിൽ കയറൊക്കെ ഇട്ടൊക്കെ വെച്ചേക്കണം. നല്ലൊരു രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങള് ഫസ്റ്റ് തന്നെ ഇരുന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇന്റീരിയേഴ്സ് ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയാണ്. ഇതാണ് സ്റ്റേക്കേഴ്സ് ഒക്കെ വരുന്നത്. സ്റ്റേക്കേഴ്സിന്റെ സൈഡിലൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നല്ല പേളിലൊക്കെ വെച്ചിട്ട്, പേളല്ല ഷെല്ലിലൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഇന്റീരിയറും നല്ല രസമാണ്. ഔട്ട്ഡോറും നല്ല ഭംഗിയാണ് ഉള്ളത്. അത് ഓരോ ഫ്ലോറിനും ഓരോ ഇതാണ്. ഇത് അറ്റ്മോസ്ഫിയർ റൂഫ് ടോപ്പ് ആണ്. റൂഫ് ടോപ്പിൽ നല്ല ഒരു അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ തരുന്നത്. ഇവിടെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. ഫുഡും എല്ലാം നമുക്ക് ഇവിടെ കഴിക്കാം. ബട്ട് നമ്മൾ പൈറേറ്റിലാണ്, കാരണം അവിടെയാണ് DJ നടക്കുന്നത്. പക്ഷെ നമുക്ക് DJ നമുക്ക് കുറച്ച് നേരത്തെ ആയി പോയി. അതാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടായത്. കാരണം നമുക്കത് DJ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഇറങ്ങേണ്ടി വന്നു. നമുക്ക് പിന്നെ നിന്നില്ല, ഞങ്ങൾ പിന്നെ ഇരുന്നില്ല. ക്രൗഡ് വരണ്ട എന്നുള്ള അവരുടെ ഡിസ്റ്റർബൻസ് ഒന്നും വേണ്ടെന്ന് ഓർത്ത് നമ്മൾ നിന്നില്ല. അപ്പോ ടറസൊക്കെ സൂപ്പർ ആയിട്ടുള്ള, പിന്നെ ഇവിടെ തന്നെ ലൈവ് ആയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ നമുക്ക് അവിടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് അവർ ഫുഡോ നമുക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. ഇതാണ് അടുത്ത ഫ്ലോറിലേക്കുള്ള പോകുമ്പോ വരുന്ന ഒരു ഡിസൈൻ ഉള്ളായിരുന്നു. നല്ല പെയിന്റിങ്, വാളിൽ നമ്മൾ പെയിന്റിങ് അല്ല, അത് കൊത്തുപണി പോലെയാണ് ചെയ്തേക്കണത്, ആർട്ട് വർക്കാണ് ചെയ്തേക്കണത്. ഇതാണ് സ്പോർട്സ് ലോഞ്ച് ആണ് ആക്ച്വലി. ഇവിടെയും നമുക്ക് ബാർ തന്നെയാണ്. ഓരോ ആംബിയൻസ് സ്പേസിട്ടാണ് അവര് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്, റെസ്റ്റോ ബാർ സെറ്റ് ചെയ്തേക്കണത്. ഇവിടെയും നമുക്ക് ഭക്ഷണം കഴിക്കാനും, ഇവിടെ കൂടുതലും സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ള ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ വന്നിട്ട് ഫുഡ് കഴിക്കാനും ലിക്കർ കഴിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ പറഞ്ഞ പോലെ ആൽക്കഹോൾ ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. അത് കാരണം മെയിനായിട്ട് നമ്മൾ ഫുഡ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് വരുമ്പോ തന്നെ നമുക്കിത് അന്നൊരു മെനു ഫ്രീ ഉണ്ടായിരുന്നു. ഒരു കോംപ്ലിമെന്ററി ആണ്. പോർക്ക് സോസേജ് ആണ്, അതിന്റെ ഒരു സ്റ്റർ ഫ്രൈഡ് ആണ് നടക്കുന്നത്. പിന്നെ നമ്മൾ കോക്ടെയിൽസ് കുറെ കഴിച്ചായിരുന്നു കേട്ടോ. അത് നമുക്ക് പല കോക്ടെയിൽസ് ആണ് നമുക്ക് കഴിക്കാൻ പറ്റിയത്. ഇതിപ്പോ ഞാൻ കഴിക്കുന്ന പൈനാപ്പിൾ വിത്ത് അതെ, പൈനാപ്പിൾ വിത്ത് കോക്കനട്ട് മിൽക്ക് അല്ലേ, കോക്കനട്ട് മിൽക്ക് ആണ്. അതിന്റെ നല്ല ടേസ്റ്റ് ആണ്. അതിന്റെ ബേസ് ആയിട്ടുള്ള കോക്ടെയിൽ ആണ്. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നത് ലെമൺ ഗാർലിക് ചിക്കൻ ആണ്. അത് കിടു ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആ ഫ്ലേവർ ജസ്റ്റ് ഓർഡർ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന്, പക്ഷെ സൂപ്പർ ആയിരുന്നു. അപ്പോ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ.
നല്ല പല വെറൈറ്റി ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ടാണ് ഫില്ലിങ്സ് ഒക്കെ വരുന്നതിന്റെ. പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഫുഡാണ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഹൈ പ്രൈസ് ആയിട്ടും തോന്നിയില്ല. ഒരു റെസ്റ്റോ ബാറിൽ വന്ന് ഞാനിപ്പോ പല റെസ്റ്റോ ബാറിലും പോയിട്ടുണ്ട്. അപ്പോ അവിടെ വെച്ച് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ റേറ്റ് നല്ലോണം കുറവാണ് എനിക്ക് തോന്നിയുള്ളൂ. അപ്പോ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൈസി അല്ല, ഒരു ലെമണിന്റെ ഫ്ലേവർ, ലെമണിന്റെയും ഗാർലിക്കിന്റെ ഫ്ലേവർ ആണ് വരുന്നത്. അപ്പോ നല്ല സോഫ്റ്റ് ചിക്കൻ. പിന്നെ നമ്മൾ അടുത്തത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കിങ് ഫിഷ് തവ ഫ്രൈ വിത്ത് ഫ്ലേവർ റൈസ് ആണ്. ഫ്ലേവർ റൈസ് കുറച്ച് സ്പൈസി ആണ്. ആക്ച്വലി ഇവിടുത്തെ ഇങ്ങനത്തെ ഇതൊക്കെ കുറച്ച് സ്പൈസി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ബാറാണല്ലോ, ബാറിൽ എപ്പോഴും സ്പൈസി. സ്പൈസ് കുറയ്ക്കാൻ പറഞ്ഞില്ല, നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് തരും. തവ ഫ്രൈ നല്ല ടേസ്റ്റി ആണ്, നല്ല ഫ്രഷ് ഫിഷ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഫ്രീസ്ഡ് അല്ല, നല്ലൊരു കാലത്ത് കൊണ്ടുവന്ന കിട്ടുന്ന അനുസരിച്ചാണ് അവരുടെ ഫിഷിന്റെ മെനു മാറുന്നത്. ചിലപ്പോ നിങ്ങൾ ഇന്ന് ചെല്ലണമെങ്കിൽ നാളെ ചെന്നാലും ഇത് കിട്ടണമെന്നില്ല. വേറെ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫിഷ് ഏതാണോ അതിന്റെ ഫിഷ് തവ ഫ്രൈ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഭാഗ്യത്തിന് അന്ന് കിങ് ഫിഷ് ആയിരുന്നു. എന്നാലും ഇതും നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആണ്. തവ ഫ്രൈ ആകുമ്പോ കിങ് ഫിഷ് ആകുമ്പോഴും നല്ല കോസ്റ്റ്ലി ആണ് നമ്മുടെ വിചാരം. പക്ഷെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് നമുക്ക് കിട്ടിയത്. ഇതും നല്ലൊരു ടേസ്റ്റി ആയിരുന്നു. സ്പൈസി ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, പുറത്ത് സ്പൈസി ആണ്, ഉള്ളിൽ കുറച്ച് നോൺ സ്പൈസി ആണ്. അതിപ്പോ ലെമണൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ആവുകയാണെങ്കിൽ ഓക്കെയാണ്. അതെ, ഞങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്തു, സ്പൈസി ആയിട്ട് ട്രൈ ചെയ്തു. പിന്നെ ഞങ്ങൾ ലെമൺ ഇട്ട് കഴിഞ്ഞപ്പോ സ്പൈസിനെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞായിരുന്നു. നല്ല അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്പൈസ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേണ്. ഇതിന്റെ റൈസ് എന്ന് പറഞ്ഞാൽ കിഡു റൈസ് ആണ്, നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ് ആണ്. അതും ഒരു ഫിഷിന്റെ ഫ്ലേവർ ആണ് വന്നത്. അതും നല്ലൊരു ടേസ്റ്റി ആയിരുന്നു. അതിന്റെ കൂടെ ചെറിയൊരു സലാഡും ഉണ്ടായിരുന്നു ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരാനായിട്ട്, സൈഡായിട്ട്. അതും നല്ലൊരു ടേസ്റ്റി ആയിട്ട് വരുന്നതായിരുന്നു. അടുത്തത് നമ്മൾ ഓർഡർ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർക്ക് റിബ്സ് ആണ്. അത് ബാർബിക്യൂല്, അത് കിടു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് ഇതിനുമുമ്പ് ഞങ്ങൾ തന്നെ ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഈ ബാർബിക്യൂ ചെയ്ത്. അപ്പൊ ആ ഒരു ഫ്ലേവർ തന്നെയാണ് എനിക്ക് ഇവിടെയും അത് തോന്നിയത്. അപ്പൊ ആ ഒരു ടേസ്റ്റ് എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനോട് പൊട്ടറ്റോ ഉണ്ട്, പിന്നെ പൈനാപ്പിൾ ഉണ്ട്. പൈനാപ്പിളും ഗ്രില്ല് ചെയ്ത് തന്നേക്കണേണ്. ഇതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഗ്രില്ല് ചെയ്ത് തന്നു കേട്ടോ, അതും നല്ല. ഇത് പൈനാപ്പിളും ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റി ആയിരുന്നു. ആകെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്കിൻ ഉണ്ടല്ലോ, അതൊരു നെയ്യുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു മട്ടിപ്പ് എനിക്ക് തോന്നിയായിരുന്നു. ബട്ട് അത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നു. ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് എനിക്ക് വയറ് ഫുള്ളായിരുന്നു, കാരണം ഓൾറെഡി ഞാൻ ബാക്കിയുള്ള ഡിഷും തീർക്കണം. ഇപ്പോ പെട്ടെന്ന് തീർക്കാൻ പറ്റിയത്, പാർസൽ എടുക്കാൻ പറ്റാത്തത് ഫിഷിന്റെ ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഫിഷിന്റെ ഒക്കെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇത് പാർസൽ ചെയ്യേണ്ടി വന്നു, കാരണം അത്രക്കും വയറ് ഫുള്ളായിരുന്നു. അപ്പോഴത്തേക്കും അടുത്തൊരു കോക്ടെയിൽ ഉണ്ടായിരുന്നു. അത് വന്നിട്ട് സ്ട്രോബെറി ആണ്, സ്ട്രോബെറി ബേസ് കോക്ടെയിൽ ആണ്. അതും നല്ല ടേസ്റ്റ്. പക്ഷെ ഫസ്റ്റത്തെയും ഇതുകൊണ്ട് നോക്കണമെങ്കിൽ പൈനാപ്പിൾ ആണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് വന്നത്. അപ്പോ ലാസ്റ്റ് മോൾട്ടനും മതിയായി, ഇപ്പൊ എനിക്കും ജസ്റ്റ് മതിയാണ്. പക്ഷെ ഞാനിത് കഴിച്ച് തീർത്തായിരുന്നു. ആകെ പാർസൽ ചെയ്യേണ്ടി വന്നത് മാത്രമാണ്. സോ ഇതാണ് DJ. നമ്മള് DJ നമ്മള് ആദ്യം നിൽക്കേണ്ടി വന്നില്ല, നമ്മളെല്ലാം അവിടെ സ്റ്റാർട്ട് ആണ് തുടങ്ങിയപ്പോ തന്നെ നമ്മൾ ഇറങ്ങി അവിടുന്ന്. സോ ഇതാണ് നമ്മളുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next video. ബൈ ബൈ.